ദിവസവും വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, സാർ എങ്ങനെയാണ് ഈ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടതെന്ന്, അതായത് എങ്ങനെയാണ് ദൃശ്യവൽക്കരണം ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏത് ടൂളുമാണോ ഉപയോഗിച്ചോളൂ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് വിഷ്വലൈസേഷൻ, അതായത് ദൃശ്യവൽക്കരണം എന്ന് പറയുന്നത്. ആ ദൃശ്യവൽക്കരണം എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ അറിഞ്ഞിരുന്നാൽ വളരെ വേഗം നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹവും ദൃശ്യങ്ങളിലൂടെ, ദൃശ്യവൽക്കരണത്തിലൂടെ, അതായത് വിഷ്വലൈസേഷനിലൂടെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അത് കൃത്യമായിട്ടും ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഒരുപാട് പേര് പറയുന്നൊരു പ്രോബ്ലം, വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ദൃശ്യങ്ങൾ കിട്ടുന്നില്ല, മറ്റു പല ചിന്തകൾ വരുന്നുണ്ട്, സോ എങ്ങനെയാണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൃശ്യവൽക്കരണം എങ്ങനെയാണ് വളരെ വ്യക്തമായിട്ട് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ വളരെ പോസിറ്റീവായിട്ട് നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് കൃത്യമായിട്ട് ദൃശ്യവൽക്കരിക്കേണ്ടതെന്നാണ്. സോ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ് 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക, അതിനനുസരിച്ച് കൃത്യമായിട്ട് പ്രവർത്തിക്കുക. റൈറ്റ്? ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എന്താണോ നമ്മൾ ആവശ്യം അത് കൃത്യമായിട്ടും എഴുതുക. നിങ്ങൾക്കൊരു ഗോളുണ്ട്, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാകും, അത് ആദ്യം ഹെഡിങ് ആയിട്ട് എഴുതുക, എന്താ വേണ്ടതെന്ന്. അതിനുശേഷം ഒരു നല്ല സ്ക്രിപ്റ്റ് തയ്യാറാക്കുക, വിവരിച്ചൊരു സ്ക്രിപ്റ്റ്. അതായത് നിങ്ങൾക്കറിയാലോ, ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ ആ സിനിമയ്ക്ക് പിന്നിൽ, ആ സിനിമ തിയേറ്ററിൽ വരണ മുന്നേ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരുപാട് ടീം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയൊക്കെ? ആദ്യം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കഥയുണ്ടാവും, ആ കഥയെ കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. എങ്ങനെയൊക്കെ? ഒരു പാട്ട് വരുമ്പോൾ പാട്ടിൻ്റെ സീനിൽ വരുമ്പം എന്തൊക്കെ സെറ്റ് ഇടണം, ഏതൊക്കെ തരത്തിലാണ് സെറ്റ് ഇടേണ്ടത്, ആരൊക്കെ അഭിനയിക്കണം, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെ വളരെ വ്യക്തമായി അവർക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. റൈറ്റ്? നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടാകുക എന്നാണ് ആദ്യം വിഷ്വലൈസേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അവർ ഇത്രമാത്രം സ്ക്രിപ്റ്റ് തയ്യാറാക്കി കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ച് ഒരു സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ആ സിനിമ നമുക്ക് വളരെ ഭംഗിയായിട്ട് കാണാനും ആസ്വദിക്കാനും പറ്റുന്നുണ്ട്. മനസ്സിലാക്കി, നമ്മുടെ ലൈഫിലും ഇതുപോലെ നല്ല ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഡയറി ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക, ഇല്ലെങ്കിൽ എത്രയും വേഗം ഒരു പേഴ്സണൽ ഡയറി വാങ്ങുക. ആ വാങ്ങിച്ച ബുക്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആ ബുക്കിൽ എഴുതുക. എന്നിട്ട് ഓരോരോ ആഗ്രഹങ്ങൾ എടുക്കണം. ഓരോരോ ആഗ്രഹം എടുത്തിട്ട് അത് നടന്നതായിട്ട് എന്ത് ചെയ്യണം, ഒരു കഥ പോലെ എഴുതുക. പറ്റുമെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ എടുത്തോളൂ, കുഴപ്പമില്ല. കാര്യം അതിൽ എത്രമാത്രം പോസിറ്റിവിറ്റി വരുന്നുണ്ടോ അത്രമാത്രം ബെനിഫിറ്റ്സ് നിങ്ങൾക്കാണ്. അതുകൊണ്ട് ഇച്ചിരി ടൈം എടുത്ത് നിങ്ങൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയാലും ഒരു കുഴപ്പമില്ല, 1-2 ദിവസം എടുത്തോളൂ. എങ്ങനെയൊക്കെ എഴുതാം? നിങ്ങൾ എഴുതേണ്ട ഓരോരോ കാര്യങ്ങൾ, ഓരോ ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സന്തോഷമുള്ള നിമിഷങ്ങൾ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ സഫലമാകും, നിങ്ങൾ ആരോടൊക്കെ പറയും. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഇപ്പം ഒരുപാട് പണം ഉണ്ടാക്കുക എന്ന് വെച്ചോ, ആ പണം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യും, അതെല്ലാം കൃത്യമായിട്ടും ഒരു സിനിമയുടെ കഥ എഴുതുന്നത് പോലെ എഴുതുക. എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കോ, കുഴപ്പമില്ല. നമ്മൾ ഒരു തവണ മാത്രമേ എഴുതുന്നുള്ളൂ. ഓക്കെ? എന്തുകൊണ്ട് എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഴുതുന്ന സമയത്ത് പോലും നമ്മൾ ചിന്തിക്കും, എനിക്ക് എങ്ങനത്തെ വിജയമാണ് വേണ്ടത്, ഞാൻ ആരോടൊക്കെ പറയും, ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എനിക്ക് എത്രത്തോളം പണം വേണം, ഞാൻ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് സഫലമാകാൻ പോകുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചിന്തകൾ വരും, അല്ലേ? രണ്ടാമത്തെ സ്റ്റെപ്പ്, നിങ്ങൾ എഴുതിയ ആ കാര്യമുണ്ടല്ലോ, ആ ഒരു സ്റ്റോറി എല്ലാ ദിവസവും വായിക്കുക. വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോഴും നമ്മൾ ദൃശ്യങ്ങൾ കൊണ്ടുവരണം. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ്, ഇങ്ങനെ ദൃശ്യങ്ങൾ കൊണ്ടുവരണം, ഓരോ വിഷ്വൽസും കൊണ്ടുവരണം. ആ രണ്ടാമത്തെ സബ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലാക്കുക, ഈ ദൃശ്യവൽക്കരണം നമ്മൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ 5 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ദൃശ്യവൽക്കരിക്കേണ്ടത്. എന്താ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും എന്താ അറിയാം. ഈ കോൺഷ്യസ് മൈൻഡിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്, ഈ മൈൻഡ് നമ്മളെ ക്രിട്ടിക്കൽ ആ ഒരു വേയിലേക്ക് കൊണ്ടുവരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വാസ്തവമാണോ അതോ ഇത് ഫേക്കായിട്ടുള്ള കാര്യമാണോ എന്ന്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത്രമാത്രം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുത്തുകൊണ്ട് ഓരോ തലങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആഗ്രഹം
ഓൾറെഡി എന്നിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന തരത്തിൽ നമ്മൾ കൊടുക്കുന്നത്. ഈ 5 സെൻസസ് ഉപയോഗിക്കുമ്പോൾ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിമിഷം നടന്നതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ദൃശ്യവൽക്കരിക്കാൻ പറ്റും. എപ്പോഴും ദൃശ്യവൽക്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ നിമിഷം നടക്കുന്നതായിട്ട് എന്ത് ചെയ്യണം, ദൃശ്യവൽക്കരിക്കണം. ഓക്കെ, അപ്പോൾ ചോദിക്കും എങ്ങനെയായിരിക്കും നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൃശ്യവൽക്കരിക്കേണ്ടതെന്ന്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടുള്ളൊരു വീട് വേണമെന്ന്. അപ്പോൾ ആ വീട് നിങ്ങൾ ദൃശ്യവൽക്കരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ദൃശ്യവൽക്കരിക്കണമെന്ന് വെച്ചാൽ, നിങ്ങളുടെ റൂം എവിടെയായിരിക്കും, നിങ്ങളുടെ റൂമിൽ എങ്ങനെയായിരിക്കും, എവിടേക്കായിരിക്കും നിങ്ങൾ ബുക്സും മറ്റു കാര്യങ്ങൾ വെക്കുന്നതും, അലമാര എവിടെയായിരിക്കും, കട്ടിൽ എവിടെയായിരിക്കും, കിച്ചൺ ആകുമ്പം കിച്ചണിൽ എവിടെയൊക്കെ സാധനങ്ങൾ വയ്ക്കും, കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണോ അതാണോ, ഫ്രിഡ്ജ് എവിടെയായിരിക്കും, സോ ഫ്രിഡ്ജ് ഇവിടെ വയ്ക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഏത് കളർ പെയിൻറ്റ് അടിക്കും, റൈറ്റ്, മനസ്സിലാവുണ്ടോ? അപ്പം ആ വീട്ടിലുള്ള നിങ്ങൾ ഏത് ഫ്രാഗ്രൻ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ലൈറ്റ്സ് ആയിരിക്കും നിങ്ങളോട് യൂസ് ചെയ്യുന്നത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ തരത്തിലുള്ള എന്തൊക്കെയാണോ അതെല്ലാം കണ്ണുകൊണ്ട് കാണുന്നതും മൂക്കുകൊണ്ട് സ്മെല്ല് ചെയ്യുന്നതും കേൾക്കുന്നത് ഏത് തരത്തിലാണ്, നമ്മൾ സ്പർശിക്കാനുള്ള നമ്മളെ ടച്ചിൻ്റെ ഫീലിങ്സ് എങ്ങനെയാണ്, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആ ടേസ്റ്റ് മറ്റു കാര്യങ്ങളും. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ദൃശ്യവൽക്കരിക്കേണ്ടത്. എത്രമാത്രം ഡീപ്പായിട്ട് നമുക്ക് ദൃശ്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ, എത്രമാത്രം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുക്കാൻ പറ്റുമോ, അത്രമാത്രം പവർഫുള്ളായിട്ടായിരിക്കും നിങ്ങളുടെ ദൃശ്യങ്ങൾ വളരെ നല്ല ദൃശ്യവൽക്കരണത്തിലൂടെ പുറത്തേക്ക് ഫ്രീക്വൻസി പോകുന്നത്. മൂന്നാമത്തെ പോയിൻ്റാണ് വിഷൻ ബോർഡ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് വിഷൻ ബോർഡ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാം, എന്നാലും ബ്രീഫായിട്ടൊന്ന് ഞാൻ പറയാം. വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പിക്ചേഴ്സ് കളക്ട് ചെയ്യുക, ഒരു വലിയ ബോർഡിൽ അല്ലെങ്കിൽ ഒരു ചാർട്ടിലോ അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഫോട്ടോസൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ആ ചാർട്ടിലോ അല്ലെങ്കിൽ ആ ഒരു ബോർഡിലോ ഒട്ടിച്ചു വെച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും ആ വിഷൻ ബോർഡിൽ നോക്കി നമ്മൾ എന്ത് ചെയ്യും, ദൃശ്യവൽക്കരിക്കും. നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഇമാജിനേഷൻസ് കൊണ്ടുവരും, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ച കാര്യം അത് ഓൾറെഡി എനിക്ക് കിട്ടിയെന്നായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് എന്ത് ചെയ്യും, മുന്നോട്ട് പോകും. എല്ലാ ദിവസവും നമ്മൾ ചെയ്യും. ഇതാണ് വിഷൻ ബോർഡ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് എന്തൊക്കെ ചെയ്യണം എന്നാണ്. ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് ആണ് ഇനി എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്. മനസ്സിലാക്കുക, ശക്തമായിട്ട് വിഷ്വലൈസേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ എവിടെ നടക്കാൻ, എങ്ങനെ നടക്കും, ചുമ്മാ ഇങ്ങനെ ചിന്തിച്ച് നടക്കുമോ, ഈ തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരുത്തരുത്. ഇതിനെയാണ് നമ്മൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ബട്ട് അതിനപ്പുറത്തിരുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ചിന്തിക്കുന്നു ഇതൊക്കെ നടക്കുമോ ഇല്ലേ എന്നൊക്കെ. അതിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. നമ്മുടെ ആവശ്യം എന്താ, നമ്മുടെ ആവശ്യം നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കണമെന്നാണ്. അപ്പം അതുകൊണ്ട് ദയവായി നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക. എങ്കിലോ ഇത്രയും നേരം നിങ്ങൾ ചെയ്ത പോസിറ്റിവിറ്റി എന്നെല്ലാം പെട്ടെന്ന് എന്ത് ചെയ്യും, നശിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കരുത്. നെഗറ്റിവിറ്റി വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യമില്ലാത്ത തിങ്ക് ചെയ്യുന്നതുണ്ട്. അതിനാണ് ഓവർ തിങ്കിങ് എന്നാണ്. ഓവർ തിങ്കിങ് നിങ്ങൾക്ക് എത്രമാത്രം ഒഴിവാക്കാൻ പറ്റുമോ അത്രമാത്രം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ചിന്തകൾ വന്ന് നിങ്ങളുടെ ആ വിഷ്വലൈസേഷനെ തടയുന്നുണ്ടെന്ന് വെച്ചോ, മീൻസ് നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ദയവായി അവിടെ വിഷ്വലൈസേഷൻ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ടൊരു 5-10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് മെഡിറ്റേഷൻ മോഡിലേക്ക് പോവുക. വീണ്ടും വിഷ്വലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലാവുണ്ടോ? ഫൈനലി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് എത്രമാത്രം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കൊടുക്കുക. ഫീലിങ്സും ഇമോഷൻസുമാണ് പ്രപഞ്ചവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏക കമ്മ്യൂണിക്കേഷൻ വേ, ഒരു വഴി. അപ്പോൾ എത്രമാത്രം ഫീലിങ്സും ഇമോഷൻസും നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ചെയ്യൂ. ചിരിക്കാനുള്ളടുത്ത് ചിരിക്കൂ, നല്ല സന്തോഷമുള്ളടുത്ത് സന്തോഷിക്കൂ. ഇനി ആ ഹാപ്പിനെസ്സിൽ നിങ്ങൾക്ക് കരയണം തോന്നിയോ കരഞ്ഞോളൂ, അത് ആനന്ദ കണ്ണീർ, ഓക്കെ, കുഴപ്പമില്ല. സോ എത്രമാത്രം ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം കൊടുക്കൂ. അപ്പോൾ നമുക്ക് വളരെ വേഗം എന്ത് ചെയ്യും, നമ്മളിലേക്ക് ആ ഒരു ആഗ്രഹം അട്രാക്റ്റ് ആവും. ഒരു കാര്യം കൂടെ പറയാം. ഞാനിങ്ങനെ ദൃശ്യവൽക്കരിക്കുന്നു, അഫർമേഷൻ പറയുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എങ്ങനെ നമ്മുടെ ആഗ്രഹം നമ്മളിലേക്ക് എത്തും മനസ്സിലാക്കുക. പല വഴികളിലൂടെ, പല സന്ദർഭങ്ങളിലൂടെ, പല വ്യക്തികളിലൂടെ എൻ്റെ ആഗ്രഹം എന്നിലേക്ക് എത്തുക തന്നെ ചെയ്യും. സോ എൻ്റെ ആഗ്രഹം അത്രമാത്രം തീവ്രത ഉണ്ടെങ്കിൽ മാത്രമേ എന്നിലേക്ക് എത്തത്തുള്ളൂ. ഗോഡ് ബ്ലെസ് യു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്ന് ചോദിക്കാം. അതർവൈസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കമൻ്റായിട്ട് ചോദിക്കാം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പത്ത് സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു.